ഓക്കെ. അതെ, ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങളൊന്ന് നമുക്കൊന്ന് കോർഡിനേറ്റ് ചെയ്യണം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നീ ചെയ്യുക, വലിയ വലിയ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ വീട്ടിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, പിള്ളേരുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്നാ വേണം കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ നീ നോക്കുക, ബാക്കി വലിയ വലിയ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുക. ഓക്കെ, പക്ഷെ എന്നാലും ഞാനാണ് ഇനി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോണേ. വലിയ വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, പറ. വലിയ വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പം ഈ ആഴ്ച ട്രംപിൻ്റെ ജനപ്രീതി എത്ര കിട്ടിയെന്ന് എനിക്കറിയാമോ? അറിയാമോ? ഇല്ല, പോട്ടെ, ട്രംപിൻ്റെ കാര്യം വിട്. ഇപ്പം ബംഗ്ലാദേശിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. അതിൻ്റെ മൂല കാരണം നിനക്കറിയാവോ? അറിയാൻ പാടില്ല. ഓക്കെ, ഇതൊക്കെ അറിയാണ്ട് എങ്ങനെയാണ് ഈ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയണേ? നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ട്രംപിന്റെ പ്രീതിയും ബംഗാളിന്റെ മൂലം അറിഞ്ഞിട്ട് നമുക്ക് എന്താ പ്രയോജനം? നമുക്ക് പ്രയോജനമുണ്ട്. എന്താണ്? അവിടെയാണ് അറിയേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പോ അടുത്ത മാസം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, അതായത് നമ്മൾ എത്രയാണ് മോർഗേജ്, നമ്മുടെ എത്രയാണ് ചെലവ്, കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റിലെ വേരിയേഷനും കാര്യങ്ങളും എങ്ങനെയാണ് സംഭവിക്കുന്നതനുസരിച്ചിരിക്കും. അതിൻ്റെ വേരിയേഷൻ നമ്മൾ എത്രയും എഫക്റ്റ് ചെയ്യും, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എപ്പോഴും. ആ ഒരു മനസ്സിലാക്കലാണ് നമ്മുടെ മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ പഠിച്ച്, അതാണ് വലിയ വലിയ കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ച് മുമ്പോട്ട് പോകേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നാളെ ഞാൻ ജോലിക്ക് പോകാണ്ട് ഇവിടെ ഇരുന്ന് ട്രംപിന്റെ പ്രീതിയും ബംഗാളിന്റെ മൂലവും ഒക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കാം. അങ്ങനെ പറയല്ലേ, അതെന്താ? അവരല്ലേ ഇപ്പൊ മോർഗേജ് അടയ്ക്കുന്നേ?